ഞാൻ കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിന്റെയും ആൻസേഴ്സ് എങ്ങനെയാ കിട്ടുന്നതെന്നും ഏത് ഓപ്ഷൻ ആണെന്നും നോക്കാം. ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണിത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് 3 numbers ഈസ് 100. Sum of these numbers has its last digit 3. Then the second largest number among these 3 is. എന്താ ഇവിടെ ചോദിച്ചേക്കണത്? 3 നമ്പേഴ്സ് ഉണ്ട്. ആ 3 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് 100 എന്ന് പറയുന്നത്. സം ഓഫ് ദീസ് നമ്പേഴ്സ് ഹാസ് ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് 3. അതായത് ഈ 3 നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് 3 ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ 1-2 ഡിജിറ്റ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും 100 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണമെങ്കിൽ സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും ഇപ്പുറത്ത്. ഓക്കെ, അപ്പൊ ഇനി എന്താ പറഞ്ഞേക്കണത്? ഇവിടെ 3 നമ്പേഴ്സ് കിട്ടണതിൽ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കണത്. നമുക്ക് 100 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണമെങ്കിൽ 100ന്റെ ഫാക്ടേഴ്സ് അറിയണം. 100ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? നമ്മൾ 100നെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 1 into 100, 2 into 50, 3 ഇല്ല, 4 into 25, 5 into 20, 6 ഇല്ല, 7, 8, 9, 10 into 10 വരും അല്ലെ? അപ്പൊ ഏതൊക്കെയായിരിക്കും ഇതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 1, 2, 4, 5, 10, 20, 25, 50, 100. ഓക്കെ, ഇനി അപ്പോ ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടുന്ന നമ്പേഴ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത് അല്ലെ? ലാസ്റ്റ് 3 കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ യൂണിറ്റ് പ്ലേസുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് 1ഉം 2ഉം ചെയ്യുമ്പോഴാണ് കിട്ടുക. പിന്നെ ഏതെങ്കിലും ഇത് 50 നോക്കിയേ. അപ്പൊ 1 into 2 into 50 ചെയ്യുമ്പോൾ നോക്കിയേ 100 കിട്ടി. ഈ സംഭവങ്ങൾ പ്ലസ് ചെയ്യുമ്പോൾ എന്തായി? നമുക്ക് 53 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടേ? വൺസ് പ്ലേസിൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 3 മതി അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് ആ 3 നമ്പേഴ്സ്? 1, 2 and 50 അല്ലെ? ഇതില് സെക്കൻഡ് ലാർജസ്റ്റ് ഏതാ? 2. ഈ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രാജു ബോട്ട് എ സൈക്കിൾ ആൻഡ് സോൾഡ് ഇറ്റ് ആഫ്റ്റർ എ ഇയർ ഫോർ 20% ലെസ് പ്രൈസ് ദാൻ ഇറ്റ്സ് പർച്ചേസ് പ്രൈസ്. എന്താ പറഞ്ഞേക്കുന്നത്? രാജു ഒരു സൈക്കിൾ മേടിച്ചു. അപ്പൊ നമുക്ക് ഒരു കോസ്റ്റ് പ്രൈസ് അല്ലെ? രാജു ആ ഒരു സൈക്കിൾ മേടിച്ചതിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ CP ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ സാധനം 20% ലെസ് ആയിട്ട് കൊടുത്തു. അതായത് 20% ലെസ് എന്ന് പറഞ്ഞാൽ 80/100. ടോട്ടൽ എപ്പോഴും ഫുൾ പ്രൈസ് 100/100 ആണെങ്കിൽ 20% ലെസ് എന്ന് പറയുമ്പോൾ 80/100 ഇയാള് വിറ്റേക്കണത്. ഇനി എന്താ പറഞ്ഞേക്കണത്? നെക്സ്റ്റ് പറഞ്ഞേക്കണത് നോക്കിയേ. ഇഫ് ഹി ഹാഡ് സോൾഡ് ഇറ്റ് ഫോർ എ പ്രൈസ് ലെസ് ബൈ 10% ഓഫ് ദ പർച്ചേസ് പ്രൈസ്. അപ്പോൾ CPയുടെ 10% കുറച്ചിട്ട്, അതായത് 90/100, 100ൽ നിന്ന് 10 കുറച്ചാൽ 90 അല്ലെ? 90/100 വിറ്റിരുന്നതെങ്കിൽ he would have gained ₹100 more than that what he got now. അതായത് ഇപ്പൊ കിട്ടിയേക്കണ എമൗണ്ട് ആണ് ഇത് അല്ലെ? CP into 80/100 ആണ് ഇപ്പൊ കിട്ടിയേക്കണത്. ഈ ഒരു ക്വസ്റ്റ്യൻ അയാൾ വിറ്റിരുന്നെങ്കിൽ 100 rupees കൂടുതൽ കിട്ടിയേനെ. അതായത് ഇതിന്റെ ഡിഫറൻസ് ആണ് 100 എന്ന് തന്നേക്കണത്. അതായത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 80 CP/100. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോഴോ 90 CP/100. ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് ആണ് 100 എന്ന് പറഞ്ഞേക്കണത്. അപ്പൊ 90 CP/100 മൈനസ് 80 CP/100 is equal to 100 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 90 മൈനസ് 80, 10 CP/100 is equal to 100. ഇവിടെ 10ന്റെ 0 ഇതും വെട്ടിപ്പോയി. ഇനി 10 CP is equal to 100 into 10, അതായത് 1000. ഇതാണ് എന്ത്? CP, അതായത് പർച്ചേസിംഗ് പ്രൈസ്. അയാള് ഇതിനെ മേടിച്ച പ്രൈസ് എന്താണ്? ഇത്. ഓക്കെ, 1000. എ ആണ് ഇതിന്റെ ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, തേർഡ് വൺ. ഓൺ അറേഞ്ചിങ് 1/3, 5/7, 2/9, 9/14,
7/12 in the increasing order we get. ഇതിൽ ഇൻക്രീസിങ് ഓർഡർ എഴുതാനാ പറഞ്ഞേക്കണേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനെയും 1/3 ഡിവൈഡ് ചെയ്തിട്ട് 0.33 അങ്ങനെ ചെയ്തു പോവാം. അല്ലെങ്കിൽ നമുക്ക് LCM വെച്ച് ഈ ഡിനോമിനേറ്ററിന്റെ LCM വെച്ചിട്ട് സെയിം ഡിനോമിനേറ്റർ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് LCM മെത്തഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് LCM ചെയ്ത് നോക്കാം. 3, 7, 9, 14, 12. ആദ്യം 2 വെച്ച് പോണതൊക്കെ ചെയ്യാം. 2, 3, ഇത് പോവില്ല 7, ഇത് 6 2s. ഓക്കെ, ഇനി വീണ്ടും 2 വെച്ച് നോക്കുവാണേ. 6 ഉള്ളത് കൊണ്ട് 3, 7, 9, 7, 3 ആയി. ഇനി 2 വെച്ചൊന്നും പോവില്ല. 3, 1, 7, ഇത് 3 3s ആണ് 9, 7, 1. വീണ്ടും 3 ഒരെണ്ണം കിടപ്പുണ്ട്. 7, 1, 7, 1. ഇനി 7 വെച്ച് ചെയ്യുമ്പോൾ 1, 1, 1, 1, 1. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 into 2 4, 4 3s are 12, 12 3s are 36, 36 into 7 42, 25, 252 എന്ന് കിട്ടി. ഇനി ഇതിനെ 252 ഡിനോമിനേറ്റർ ആയി വരുന്ന രീതിയിൽ എല്ലാത്തിനെയും നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ 1/3 നമ്മൾ എങ്ങനെ എഴുതും? ഇൻറ്റു ഇപ്പൊ 252 ഡിനോമിനേറ്റർ വരണമെങ്കിൽ ഇൻറ്റു 25 ആകുമ്പോൾ 24 ആകുമ്പോൾ 8, 12 ആകുമ്പോൾ 4 ഇൻറ്റു 84 ചെയ്യാം. അപ്പോൾ 84/252. പിന്നെ 5/7 ഇതേപോലെ സെയിം ഡിനോമിനേറ്റർ ആക്കാൻ നോക്കുമ്പോൾ ഇൻറ്റു 21 ആകുമ്പോൾ 3, 42 ആകുമ്പോൾ 6 ഇൻറ്റു 36, 30, 3, 15, 180. ഓക്കെ, ഇനി 2/9 ഈ ഡിനോമിനേറ്റർ ആക്കാൻ നോക്കുമ്പോൾ 252 ആക്കാൻ നോക്കുമ്പോൾ 18 ആവുമ്പോൾ 2 times, ബാക്കി 72 ആവുമ്പോൾ 8 ഇൻറ്റു 28, അതായത് 56. ഇനി 9/14 ആകുമ്പോൾ ബൈ പ്രാക്ടീസ് ഇത് ഇത്തിരി സ്പീഡ് ആകും കേട്ടോ. ഇത് 28, അപ്പോൾ 14 ആകുമ്പോൾ ഇൻറ്റു 1, ബാക്കി 92. അപ്പോൾ 14 into 8. ഒരു സെക്കൻഡ്. 14 ആകുമ്പോൾ 11, 112 ആണ് വരാ. അപ്പോൾ 14 into 4 8s 32, 8 9 10 11 11. ഓക്കെ, ഇൻറ്റു 18. അപ്പോൾ ഇൻറ്റു 18 ഇവിടെ ചെയ്യുമ്പോൾ 72, 7, 162 എന്ന് വരും. ഇനി 7/12 252 വരുമ്പോൾ ഇൻറ്റു 24 ആകുമ്പോൾ 2 ആയി, 12 ആകുമ്പോൾ 1 ആയി, ഇൻറ്റു 21 ചെയ്യുമ്പോൾ 147 എന്ന് കിട്ടും. നോക്കി, ഇതിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കി? ഏറ്റവും സ്മോളസ്റ്റ് 56 ആ. അപ്പൊ 2/9. പിന്നെ 56 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത്, അതായത് 1/3, 84/. നെക്സ്റ്റ് വൺ വരണത് ഇത് 7/12. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഈ 3 ഓർഡറിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ A ആന്ന് എഴുതാം. എങ്കിലും ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ഏതാ പറഞ്ഞത്? 162 അല്ലെ. 9/14. ലാസ്റ്റ് വൺ 5/7. ഓക്കെ, അപ്പോൾ A ആണ് ഇവിടത്തെയും ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. In a war, 25% of the population are affected by COVID-19. അപ്പോൾ 25% affected ആയി എന്ന് പറഞ്ഞു. Of these 100 are male. അതായത് ഈ 25%-ൽ 100 മെയിൽസ് ഉണ്ട്, 10 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പിന്നെ ബാക്കിയാണ് അതർ ആണ് ഫീമെയിൽസ് വരുന്നത്. ഇത്രയും അവിടെ നിൽക്കട്ടെ. ഇഫ് ദ വോട്ട് കൺസിസ്റ്റ് ഓഫ് 300 ഫീമെയിൽ, അതായത് ടോട്ടൽ ഇതില് ടോട്ടൽ എന്തായാലും ഈ പറഞ്ഞ പോലെ മെയിൽസ് ഉണ്ടാകും, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകും, ഫീമെയിൽസ് ഉണ്ടാകും. അതില് ഈ ഫീമെയിൽസിന്റെ നമ്പർ ആണ് അവര് 300 എന്ന് തന്നേക്കുന്നത്. ആൻഡ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. അതായത് ഈ 300 എന്ന് പറഞ്ഞാൽ 50% ആണെന്നാണ് അവർ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ പെർസെൻറ്റേജ് ഒരു എക്സ് ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50/100, 50% ഓഫ് 300, അതായത് 50% ഓഫ് ടോട്ടൽ ആണ് 300 എന്ന് പറഞ്ഞേക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. 1/2 x is equal to 300 into 2,
600 ആയി. ഓക്കെ, അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ 600 ആയി. ഇനി എന്താ അവർ ചോദിച്ചേക്കണത്? ദെൻ ഹൗ മെനി ഫീമെയിൽസ് ആർ എഫക്റ്റഡ്, അതായത് ഇവിടത്തെ ഈ ഫീമെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ടോട്ടൽ 600-ല് 25% എന്തായി? കോവിഡ് എഫക്റ്റഡ് ആയി അല്ലെ, COVID-19 എഫക്റ്റഡ് ആയി. അപ്പോൾ ഇതിന്റെ 25% എത്രയാണെന്ന് നോക്കാം. അതായത് 600 ഇൻറ്റു 25/100, സീറോസ് രണ്ടും കട്ട് ചെയ്തു. 25 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 3, 12, 15. അപ്പോൾ 150 പേരാണ് എന്ത് എഫക്ട് ചെയ്തേക്കുന്നത് അവർക്ക് അല്ലെ. അതില് 100-ഉം 10-ഉം മെയിൽസും ട്രാൻസ്ജെൻഡേഴ്സും ബാക്കിയാണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയ 110 ഇതിൽ നിന്ന് കുറച്ചാ പോരെ? 40 ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, ഫിഫ്ത്ത് വൺ നോക്കാം. ഇനി an amount deposited for 2 years at simple interest rate 10.5% will yield same interest in 2 years. എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ട് എത്രയോ എമൗണ്ട് നമുക്ക് പറഞ്ഞിട്ടില്ല, പ്രിൻസിപ്പിൾ നമുക്ക് തന്നിട്ടില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് 2 എന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10.5 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇതേ സെയിം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ ഫോർ 2 ഇയേഴ്സ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സെയിം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും, പി സെയിം തന്നെയായിരിക്കും, നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആയിരിക്കും, ആർ ഇസ് ഈക്വൽ ടു എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താ വരാ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PNR/100. അതായത് പി നമുക്കറിയില്ല, N2 ഇൻറ്റു 10.5/100 അല്ലെ. അതായത് 10.5 ഇൻറ്റു 2 21P/100. ഇതിവിടെ നിന്നോട്ടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല P ഇൻറ്റു 1+R/100 ഹോൾ സ്ക്വയർ മൈനസ് P ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം P ഇൻറ്റു 1+R/100 ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? P നമുക്കറിയില്ല, 1+R/100 എന്ന് പറയുമ്പോൾ 100+R ഹോൾ ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ മൈനസ് 1 അല്ലേ. അപ്പം ഇതിന് ചെയ്യുമ്പോൾ P ഇൻറ്റു 100+R ദ ഹോൾ സ്ക്വയർ ബൈ 100 സ്ക്വയർ മൈനസ് 1. ഇനി നമുക്കിത് ക്രോസ് ചെയ്യുമ്പോൾ ഇത് 1/1 ചെയ്യാം, സെയിം ഡിനോമിനേറ്റർ ആക്കി, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100+R ദ ഹോൾ സ്ക്വയർ മൈനസ് ഇതിവിടെ വരുമ്പോൾ 100 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ. ഓക്കെ, നമുക്ക് ഈ സംഭവം ഇങ്ങോട്ട് മാറ്റി എഴുതാം. A+B ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ. ഈ 100 സ്ക്വയറും മൈനസ് 100 സ്ക്വയറും കട്ടായി പോയി. ഇനി ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 21P/100 എന്ന് വരും. ശരിയല്ലേ? ഇവിടത്തെ ഒരു 100ഉം ഈ ഒരു 100ഉം കട്ടായി പോയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു P പുറത്തുണ്ടേ, അപ്പോൾ ഇവിടെയും ആ ഒരു P കോമൺ ആയിട്ട് വരും. അപ്പോൾ ഈ പിയും കട്ടായിപ്പോയി. ഇതിവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഈ 100, അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? R സ്ക്വയർ പ്ലസ് 200R വേറൊന്നുമില്ല ഇസ് ഈക്വൽ ടു ഈ 100 ഇങ്ങോട്ട് വരുമ്പോൾ ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ 21 × 100 2100. നമുക്കെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാം. അപ്പോൾ R സ്ക്വയർ പ്ലസ് 200R മൈനസ് 2100 ആയി ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഇതിനെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ഫോം വെച്ച് ചെയ്യുമ്പോൾ ഈ മൈനസ് പ്രൊഡക്റ്റ് മൈനസ് 2100 വരണം, സം 200ഉം വരണം. അത് ചെയ്യാനായിട്ട് ഇതിപ്പോൾ 210 × 10 ചെയ്താൽ മതി. മൈനസ് കിട്ടണമെങ്കിൽ ഇവിടെ മൈനസ്, അതായത് ഇവിടെ പ്ലസ് 200 മതി. അപ്പോൾ വലുതിൻ്റെ സൈൻ എന്തായാലും പോസിറ്റീവ് ആവണം. സോ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. R സ്ക്വയർ പ്ലസ് 210R മൈനസ് 10R മൈനസ് 2100 ഇസ് ഈക്വൽ ടു 0. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് 6 കോമൺ എടുക്കുമ്പോൾ R പ്ലസ് 210 മൈനസ് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് 10 മൈനസ് 10 കോമൺ എടുക്കാം.
-10 എടുക്കുമ്പോൾ ഇവിടെ ബാക്കി 6 ഉണ്ട്. മൈനസ് എടുക്കുമ്പോൾ പ്ലസ് ആയി, ഇവിടെ മൈനസ് പുറത്തോട്ട് വന്നു. ഇവിടെ നിന്ന് ഒരു 10 എടുക്കുമ്പോൾ ഒരു 0 കുറച്ച് 210 is equal to 0. വീണ്ടും ഈ മൈനസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും r plus 210 കോമൺ ഉണ്ട്. അതെടുക്കുമ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? r minus 10 is equal to 0. നമുക്ക് ഓരോന്നും is equal to 0 ഇട്ടിട്ട് ആൻസർ കിട്ടുമെന്ന് നോക്കാം. is equal to 0, r is equal to minus 210, r minus 10 is equal to 0, r is equal to 10. ഇത് രണ്ടുമാണ് സൊല്യൂഷൻ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇതിന്റെ ആൻസർ എന്തായാലും ഒരിക്കലും നെഗറ്റീവ് ആൻസർ വരില്ല. അപ്പൊ r is equal to 10 ആയിരിക്കും ആൻസർ. നമുക്ക് ഓപ്ഷനിൽ 10 ഉണ്ടോ എന്ന് നോക്കാം. യെസ്, 10%. ഇവിടെ 10 അല്ല 10% എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, 6th question. Average of 4 3-digit numbers were calculated to be 335. അതായത് 4 3-digit numbers എടുത്തു. 4 1 2 3 4 ഞാൻ ജസ്റ്റ് കാണിച്ചു. ഈ 4 എടുത്തിട്ട് എന്ത് ചെയ്തു? അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ 335 ആയി. Later it was found that one number had 8 in its second place. അതായത് ഒരു നമ്പർ എന്ന് പറയുമ്പോൾ 3-digit numbers എന്നല്ല ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ 1s 10s 100 പ്ലേസസ് ഉണ്ടാവും. അതില് 8 in the second പ്ലേസിൽ ഉണ്ടായിരുന്നതും വേറൊരെണ്ണം, അതായത് വീണ്ടും 1s 10s 100 പ്ലേസിലുള്ള നമ്പേഴ്സ് വരും. 8 at its last place. അപ്പൊ 1s പ്ലേസിൽ 8 വരുന്നത്. Both of which were wrongly read to be instead 3 instead. എന്താണ്? ഈ 8ന് പകരം 3 ആയി, ഇവിടെയും 8ന് പകരം 3 ആയി അല്ലെ? അപ്പൊ ഇവിടുത്തെ ശരിക്കും വാല്യൂ എന്തായി? 8. ഇവിടെ എന്ത് വാല്യൂ ഉണ്ടെങ്കിലും 80 എന്നുള്ള സംഭവത്തിന് പകരം 30 ആയി. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്തായി? 50 ആയി. അതുപോലെ ഇവിടെ 8ന് പകരം 3 ആയി. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് 5 ആയി. അപ്പൊ ടോട്ടൽ ചേഞ്ച് വന്നേക്കണ എത്രയാ? 55. ടോട്ടലിൽ നിന്ന് 55 ചേഞ്ച് വന്നു. ഇനി ഇതിവിടെ നിന്നോട്ടെ. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേക്കണത്? കറക്റ്റ് ആവറേജ് ആണ് ചോദിച്ചത്. അപ്പൊ 4 എണ്ണത്തിന്റെ ആവറേജ് നമുക്ക് 335 ആയിരുന്നു. ആവറേജ് എങ്ങനെയാ കൂട്ടുക? 4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 4ഉം കൂട്ടി ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. അപ്പൊ ഈ 4 നമ്പേഴ്സ് കൂട്ടി, അപ്പൊ എയും ബിയും സിയും ഡി ആണെന്ന് കരുതാം. പ്ലസ് സി പ്ലസ് ഡി ബൈ 4 is equal to 335. അപ്പൊ ഇതിന്റെ സം എത്രയായി? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി is equal to 335 into 4. അതായത് 22 12 14 12 1340. നമ്മള് നേരത്തെ എന്താ ചെയ്തേ? 8ന് പകരം 3യും ഇതിന് ഈ 8ന് പകരം 3യും ചെയ്തപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? 55 ഇവിടെ കുറഞ്ഞാണ് ഇരിക്കുന്നത്. ശരിക്കും 8ന് പകരം ഇത്രയും കുറയുമ്പോഴാണ് ഈ വാല്യൂ വരുന്നത്. അപ്പൊ ഒറിജിനൽ വാല്യൂ ഇതിനേക്കാളും 55 കൂടുതലായിരിക്കില്ലേ? അതായത് ഇത് പ്ലസ് 55, അതായത് 1395 ആണ് ഒറിജിനൽ ഈ നാലെണ്ണത്തിന്റെ സം. നമുക്ക് ആവറേജ് ആണ് വേണ്ടത്. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ബൈ 4 ചെയ്താൽ മതി. അതായത് 4 എന്ന് പറയുമ്പോൾ ഇവിടെ 12 ആകുമ്പോൾ 3 ടൈംസ്, 19 ആകുമ്പോൾ 16 ആകുമ്പോൾ 4 ടൈംസ് 3, 35 ആകുമ്പോൾ 32 8, പിന്നെ 20 വരുമ്പോൾ 32 അല്ലേ? 30 വരുമ്പോൾ 7, 28 ആകുമ്പോൾ പിന്നെ ബാലൻസ് 2, അപ്പൊ 20 ആകുമ്പോൾ 5. ഇതാണ് ആൻസർ. ദാറ്റ് മീൻസ് ബി ഈസ് ദ ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, 7th one. To completely tile a floor of area is equal to 220 feet square tiles of size. അപ്പോ ടൈപ്പ് 1 ടൈലിന്റെ ഫസ്റ്റ് ടൈപ്പ് ഇവിടെ തന്നിട്ടുണ്ട് 2 into 2, അതായത് ഒരു സ്ക്വയർ ടൈൽ. അതുപോലെ ടൈപ്പ് 2 ആൻഡ് 4 into 2, അതായത് റെക്ടാംഗിൾ ഷേപ്പ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളത് ഇവിടെ സെയിം ആയതുകൊണ്ട് സ്ക്വയർ. Price of these tiles are 50 and 80. അതായത് സ്ക്വയർ ടൈലിന്റെ റേറ്റ് ₹50യും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ₹80യുമാണ് തന്നേക്കുന്നത്. ഇനി എന്താ പറയുന്നത്? മിനിമം കോസ്റ്റ് ഓഫ് ടൈലിംഗ് ദ ഫ്ലോർ വുഡ് ബി. എന്താ ഇവിടെ ചോദിച്ചേക്കണ ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? 2 ടൈപ്പ് ടൈൽ ഉണ്ട്. ഇത് ഇത്രയും ഫീറ്റ് സ്ക്വയർ ഉള്ള സാധനം ഏരിയ ഉണ്ട്. ഇത്രയും ഫീറ്റ് സ്ക്വയർ ഏരിയ ഉള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ലാഭമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ചെയ്യുക അല്ലെ? അപ്പൊ ഇതില് ഏത് ചെയ്യുമ്പോഴാണ് ലാഭം, അത് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടില്ല. ഇവിടെ ഇത്തിരി കുനിഷ്ട് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോ ഇത് ശരിക്കും ഒരു ടൈലിന്റെ ഏരിയ ഓഫ് വൺ ടൈൽ, സ്ക്വയർ ടൈൽ, വൺ സ്ക്വയർ ടൈൽ ഇസ് ഈക്വൽ ടു 2 into 2 4 അല്ലെ, 4 ഫീറ്റ് സ്ക്വയർ ആണ്. അതുപോലെ ഏരിയ ഓഫ് വൺ റെക്ടാങ്കിൾ ടൈൽ എത്രയാ വരാ, 4 into 2 8 ഫീറ്റ് സ്ക്വയർ വരും. ഓക്കെ, ഇനി നമുക്ക് കോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും കോസ്റ്റ് നോക്കാം. കോസ്റ്റ് ഓഫ് സ്ക്വയർ ടൈൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ടൈൽസ് അറിയണം അല്ലെ, നമ്പർ ഓഫ് ടൈൽസ് ഇൻറ്റു റേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ടൈൽസ് അറിയോ? അപ്പൊ നമ്പർ ഓഫ് ടൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്വയർ ടൈൽ ആണ് എടുക്കണതെങ്കിൽ നമ്പർ ഓഫ് സ്ക്വയർ ടൈൽ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഏരിയ ബൈ ഏരിയ ഓഫ് വൺ സ്ക്വയർ ടൈൽ. അപ്പോ 220 ബൈ ഒരു സ്ക്വയർ ടൈലിന്റെ 4 ആണ്. ഇത് ചെയ്യുമ്പോൾ 20 ആകുമ്പോൾ 5 55, അതായത് 55 ടൈൽ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? സ്ക്വയർ ടൈലിന്റെ 55 into 50. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ 25 2750 എന്ന് കിട്ടി കോസ്റ്റ്. ഇതിപ്പോ ഫസ്റ്റ് നമുക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പൊ രണ്ടാമത്തേതും വീണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തേന്റെ നമ്പർ ഓഫ് റെക്ടാങ്കിൾ ടൈൽ കണ്ടുപിടിക്കാം. അതും ഈ പറഞ്ഞ പോലെ 220 by 8 ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ 8 വെച്ചിട്ട് 16 ആവുമ്പോൾ 2, ബാക്കി 60 വരും, 56 ആവുമ്പോൾ 7, 4 ബാലൻസ് വരും, 40 ആവുമ്പോൾ 5. അപ്പോൾ ഇത്രയും. അപ്പോൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 227.5 into 80 വരും. അതായത് 275 into 8 ചെയ്യുമ്പോൾ 460, 16 plus 6 22. പക്ഷെ നോക്കി, ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, 27.5 ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ 27.5 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈൽ എടുക്കുമ്പോൾ ഈ അര ടൈൽ നമ്മൾ എടുക്കില്ല, ശരിയല്ലേ? അപ്പൊ നമുക്ക് 27 എടുത്താൽ മതി. 27 into 8 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും, കാരണം ഈ അര ടൈൽ നമ്മൾ കൂട്ടില്ല. അപ്പൊ നമുക്ക് 27 ടൈൽസ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 27 into 80 അല്ലെ, 8 ചെയ്യാം നമുക്ക്. 56 5 2160 എന്ന് കിട്ടി. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ അത് നമുക്ക് മിനിമം. ഇനിയും ഒരു കാര്യമുണ്ട് ഇവിടെ, നമുക്ക് ചിന്തിക്കാൻ പറ്റിയൊരു കാര്യം, ഇവിടെ ബാക്കി ഇനിയും ചെയ്യാനുള്ള അര, ഈ 0.5ന്റെ സ്പേസ് ഉണ്ട് അല്ലെ, ആ 0.5 സ്പേസിന് പകരം നമുക്ക് ഇതിന്റെ ഒരു ടൈലും കൂടി ആഡ് ചെയ്തൂടെ? അതായത് ഈ 2 into 2 വരണ ഒരു ടൈലും കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ഇവിടെ 0.5. അപ്പൊ ആ ഒരെണ്ണത്തിന്റെ എന്തായി? 4 into 50. അതായത് സോറി 1 minute, ഒരു ടൈലല്ലേ, അപ്പൊ 1 into 50 വരും. അപ്പൊ ഒരു 50 റുപ്പീസും കൂടി വരും. കാരണം നമ്മളോട് ഇതേ ടൈൽ അല്ലെങ്കിൽ ഇതേ ടൈൽ, സ്ക്വയർ ടൈൽ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ടൈൽ മാത്രം യൂസ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് കോസ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ 50 ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കുനിഷ്ട്. ഇതാണ് ആൻസർ വരാം. ഓക്കെ, അതായത് ഈ നമ്മളൊരു സംഭവം ടൈല് ചെയ്യുമ്പോൾ ഒരു അര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ അരയുടെ സ്പേസ് നമുക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അരയുടെ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യണ്ടേ? അപ്പൊ ഈ ഒരു സ്ക്വയർ ടൈല് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ 1 സ്ക്വയർ ടൈൽ എടുക്കുമ്പോൾ 50, ആ 50 ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 2210 ആയിരിക്കും ആൻസർ വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ, 8th one. Raju will complete a job in 20 days. രാജു 20 ഡേയ്സിൽ ഒരു വർക്ക് ചെയ്യും. റാണി will do it in 15 days. Sahil finish it in 12 days. If they jointly work for 2 days, അതായത് ഇവര് 3 പേരും, രാജു പ്ലസ് റാണി പ്ലസ് സഹിൽ 2 ദിവസം വർക്ക് ചെയ്തിട്ട് ആഫ്റ്റർ ദാറ്റ് രാജു അലോൺ പ്ലസ് രാജു അലോൺ ചെയ്യുമ്പോഴാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആവണത് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രാജു അലോൺ എത്ര ചെയ്തു എന്നുള്ളൂ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. രാജുവും റാണിയും സഹിലും 2 ദിവസം ചെയ്ത വർക്ക് നോക്കാം. രാജു 20 ദിവസം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഒരു ദിവസത്തെ രാജുവിന്റെ വർക്ക് 1/20 ആയിരിക്കും. റാണിയുടെ 1/15 പ്ലസ് 1/12. ഇത് മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഇവരുടെ 3 പേരുടെയും വർക്ക് കിട്ടി. അപ്പൊ
അപ്പം നമുക്ക് ഇതിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് LCM കണ്ടുപിടിച്ച് നോക്കാം. 15 12 4 വെച്ചിട്ടാകുമ്പോൾ 5 15 4 വെച്ചിട്ട് 3 വെച്ചിട്ട് 5 5 1 5 വെച്ചിട്ട് 1 1 1. ഓക്കെ, അപ്പോൾ 12 into 5 60 ആണ് വരാം. 60 ആകുമ്പോൾ 1/20 നമുക്ക് 60 ഇങ്ങനെ എഴുതാം. 3 plus 15 into 4 plus 12 into 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 plus 3 12/60, അതായത് 1/5. ഓക്കെ, 1/5 കിട്ടി. അതായത് ഇനി അപ്പൊ ഒരു ദിവസത്തെ വർക്കായി. അപ്പൊ 2 day വർക്ക് എങ്ങനെയാ? 2 days വർക്ക് എന്ന് പറയുമ്പോൾ 2 into 1/5. അപ്പൊ 2/5, അതായത് 2/5 പാർട്ട് ഇവര് 3 പേരും കൂടി ചെയ്തു. ബാക്കി പാർട്ട് രാജു അലോൺ ആണ് ചെയ്യണത് അല്ലെ? അതായത് 3/5 പാർട്ട് ചെയ്യണത് രാജു അലോൺ. അപ്പൊ എത്രയോ ദിവസം, നമുക്ക് X days ആണ് എടുക്കണതെങ്കിൽ രാജുവിന്റെ അലോൺ വർക്ക് എത്രയാ? 1/20 അല്ലെ? അപ്പൊ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ എത്ര ദിവസം വർക്ക് ചെയ്യാൻ? അപ്പൊ 3/5 into 20/1, അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ 4, അതായത് 12 days. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സി. നെക്സ്റ്റ് വൺ, 9th one. A and B start a business with investment in the ratio 5:10. അതായത് എയും ബിയുടെയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം അവര് ചെയ്തപ്പോ 5:10 റേഷ്യോയിലാണ് ചെയ്തത്. C joined the firm later and invested 20,000. C ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 20,000 ആണ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം A and B ഇൻവെസ്റ്റഡ് 2,000 each. അപ്പൊ A ആ ടൈമിൽ C 20 ചെയ്തപ്പോ A 2,000ഉം ബിയും 2,000 ചെയ്തു. അപ്പൊ അതിനുശേഷം ABC became 10:, അതായത് A:B:C equal to 10:15:25. അങ്ങനെയാണെങ്കിൽ എയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിവിടെ നിൽക്കട്ടെ, നോക്കാം. ഫസ്റ്റ് A:B 5:10. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് 5x ബിയുടെ 10x നമുക്ക് എടുക്കാം. സിയുടെ ഒന്നുമില്ല, 0. ഇനി ഇവര് ഓരോരുത്തർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇടുമ്പോ എയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയായി? 5x plus 2,000 ആയി അല്ലെ? 2,000 അല്ലേ ഇട്ടത്? ബിയും അതുപോലെ 10x plus 2,000 ആയി. സിയുടെ ഇൻവെസ്റ്റ്മെന്റ് 0 ആയിരുന്നത് 20,000 ആയി. ശരിയല്ലേ? ഇനി അതിന്റെ ആണ് നമുക്ക് 10:15:25 തന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് y എന്നുള്ളൊരു വേരിയബിൾ വെച്ചിട്ട് 10y, ബിയുടെ 15 എന്ന് പറയുമ്പോൾ 15y, സിയുടെ 25y എന്ന് എഴുതാം. ഇവിടെ എക്സും വൈയും വരണ്ട്, ഇവിടെയും എക്സും വൈയും വരണ്ട്, ഇവിടെ y മാത്രമേ വരണുള്ളൂ. ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കൊണ്ടുപിടിച്ചിട്ട് എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 25y is equal to 20,000, y is equal to 20,000/25. ഇത് എഴുതുമ്പോൾ 800 ആയി. വൈയുടെ വാല്യൂ 800. നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. is equal to 10y എന്ന് പറയുമ്പോൾ 10 into 800, 8,000 ആയി. ഇനി 5x plus 2,000 is equal to 8,000. അപ്പോൾ 5x is equal to 2,000 ഇങ്ങോട്ട് വരുമ്പോൾ 8,000 minus 2,000 6,000 ആയി. x is equal to 6,000/5 ചെയ്യുമ്പോൾ എത്രയായി? അല്ലെങ്കിൽ നമുക്കറിയാം 5x ആണ്. ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 5x ആണ് എയുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ 6,000 ഇവിടെ കിട്ടിയില്ലേ? ഡി ആണ് ഓപ്ഷൻ, 6,000. ഓക്കെ, ഇനി 10th one, മാത്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A train of length 100 meter crosses a bridge in 20 seconds. നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് 100 meter തന്നിട്ടുണ്ട്. ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബ്രിഡ്ജിന് ഒരു ലെങ്ത് ഉണ്ടാവില്ലേ? ബ്രിഡ്ജിന്റെ ലെങ്ത് നമുക്ക് x ആയിട്ട് എടുക്കാം. ഇനി in 20 seconds, time is equal to 20 seconds എന്ന് പറഞ്ഞു. If its speed is increased by 10, അപ്പൊ സ്പീഡ് എത്രയോ ഉണ്ടായിരുന്നു അത് s ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി സ്പീഡ് ഇൻക്രീസ് ബൈ 10 meter. അപ്പൊ സ്പീഡ് ഉണ്ടായിരുന്നു, നേരത്തെ സ്പീഡ് S1 ഉണ്ടായിരുന്നത് S2 എത്ര കൂട്ടി? പ്ലസ് 10 ആക്കി. 10 meter/second ആക്കിയപ്പോ സ്പീഡ് കൂട്ടിയപ്പോ the train will cross the bridge in 10 seconds. അപ്പൊ ടിയുടെ വാല്യൂ എന്തായി? 10 seconds ആയി മാറി. അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജിന്റെ ലെങ്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്.
നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ഡിഫറൻസ് ആദ്യം നമുക്ക് ട്രെയിനിന്റെ ഇതെന്ന് പറയുമ്പോൾ 100 ഒരേ അപ്പൊ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക എത്രയായിരിക്കും? 100 പ്ലസ് എക്സ് ആയിരിക്കും. രണ്ട് കേസിലും ഡിസ്റ്റൻസ് 100 പ്ലസ് എക്സ് തന്നെ ആയിരിക്കും. അതായത് ബ്രിഡ്ജ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് 100 പ്ലസ് എക്സ് ആയിട്ടാണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ആണ് അല്ലെ? അപ്പോ ആദ്യത്തെ കേസിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഫസ്റ്റ് കേസ് കേസ് 1 ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡി ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു എസ്, അതായത് 20 എസ് ആയിരിക്കും അല്ലെ? സെക്കൻഡ്സ് അല്ല, സ്പീഡിന്റെ എസ് ആണ് ഞാൻ ഇവിടെ ഇട്ടത്. ഇനി കേസ് 2 എടുക്കുമ്പോഴോ ഡി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു എസ് പ്ലസ് 10 അല്ലെ? 10 കൂട്ടി എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ 10 എസ് പ്ലസ് 100 രണ്ടും സെയിം ഡിസ്റ്റൻസ്. ഡി സെയിം തന്നെ അല്ലേ? 100 പ്ലസ് എക്സ് തന്നെ അല്ലേ? ഈ എക്സ് അവിടെ കടന്നോട്ടെ, ഇവിടെ നോക്കാം നമുക്ക്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. രണ്ട് കേസിലും ഡിസ്റ്റൻസ് സെയിം തന്നെ. അപ്പൊ 20s is equal to 10s plus 100. സെയിം സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 20s minus 10s is equal to 100. 10s is equal to 100. s is equal to 10. s നമുക്ക് 10 ആയിട്ട് കിട്ടി. ഇനി അപ്പൊ നമുക്ക് ഏതിലെങ്കിലും ഡിസ്റ്റൻസിന്റെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ? ഡിസ്റ്റൻസ് എത്രയായപ്പോ? 20 ഇൻറ്റു 10 200 ആയില്ലേ? എന്ത് ഡിസ്റ്റൻസ്? സോറി, ഇത്. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് 200 എന്ന് കിട്ടി. അപ്പൊ 100 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 200. എക്സ് ഇസ് ഈക്വൽ ടു 200 മൈനസ് 100 ഇസ് ഈക്വൽ ടു 100. 100 ആണ്. ഓക്കെ, ഇനി ഇതിപ്പോ മെന്റൽ അബിലിറ്റിയുടെ നെക്സ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.